ഇറാനും ഒപ്പം ഇസ്രായേലും യുദ്ധവിരാമത്തിലേക്ക് നീങ്ങുന്നുവെന്ന ഒഫീഷ്യലായ ഔദ്യോഗികമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റാണ് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായുള്ള വിവരം നേരത്തെ പോയ മണിക്കൂറുകളിൽ അറിയിച്ചത്. പക്ഷേ അക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഇറാൻ്റെ ഭാഗത്തുനിന്നോ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നില്ല. ഇപ്പോൾ അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നു എന്ന ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുകയാണ്. ഇന്ന് രാവിലെയും ഇന്ന് വെച്ചാൽ പോയ മണിക്കൂറുകളിലും വലിയ പ്രത്യാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളിലേക്കും നടന്നതാണ്. അപ്പോൾ ഈ യുദ്ധം വിരാമമാകുന്നില്ല, ഇങ്ങനെ തന്നെ തുടരുകയാണോ എന്നുള്ള ആശങ്ക നിഴലിച്ച ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ആശ്വാസത്തിന്റെ വാർത്തകൾ. അഫ്താബ് റഹ്മാനുണ്ട്. അഫ്താബ്, ആരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നത്? ഈ നിമിഷം മുതൽ ഇനി വെടിവെച്ചുകൾ നിലക്കുന്നു എന്ന് കരുതണമോ? സൈഫുദ്ദീൻ, അല്പം മുമ്പാണ് വെടിനിർത്തൽ ആരംഭിച്ചതായുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറാന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ രണ്ടു കൂട്ടരും വെടിനിർത്തലിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് യുദ്ധവിരാമമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലിലേക്ക് അല്പം മുമ്പ് ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ അവസാന റൗണ്ട്, നാലാമത്തെ റൗണ്ട് മിസൈലുകൾ അയച്ചിരുന്നു. അതിന് പിന്നാലെ അത് ബീർഷബയിൽ പരിക്കുകയും 6 പേർ മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കടന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഒരു 24 മണിക്കൂർ സമയമായിരുന്നു ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനത്തിലോ പ്രതികരണത്തിലോ ഉണ്ടായിരുന്നത്. ആദ്യത്തെ 12 മണിക്കൂർ രാജ്യം, അടുത്ത 12 മണിക്കൂറിൽ മറ്റൊരു രാജ്യം. അപ്പോൾ ഇനി ട്രംപിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നോ ഒരു ഔദ്യോഗിക പ്രതികരണം കാത്തിരിക്കേണ്ടതില്ല. ഇതാ ഒരു പീസ് ഡീൽ നിലവിൽ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും അതിനെ വിശ്വാസത്തിലെടുക്കാം, അല്ലേ? എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയും ആ പ്രഖ്യാപനം സ്ഥിരീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വന്നതായി ഇസ്രായേലും പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് സമാധാന ശ്രമങ്ങളോ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുകളോ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ രാവിലെ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ആക്രമണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇത് രണ്ടു കൂട്ടരെ സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യമാണ്. ഡീലിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അഫ്താബ്? എന്താണ് അതിലെ ഉപാധികൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ അന്തർദേശീയ മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടു കൂട്ടരും വെടിനിർത്തലിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതേസമയം തന്നെ US മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പക്ഷെ നീണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഇതൊരു പക്ഷേ എന്തെങ്കിലും സങ്കീർണമാകുന്ന ഘട്ടമുണ്ടായാൽ ഇരു കൂട്ടരും അടിക്ക് തിരിച്ചടി എന്നുള്ള സ്വഭാവത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതും അൽ ജസീറ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായിരുന്നാലും ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പക്ഷേ മേഖലയിൽ ഉണ്ടായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ കൂടിയാണ് ഒഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരവധി മലയാളികൾ ഏറെ ആശങ്കയിലായിരുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കുന്നു, വ്യോമപാത അടക്കുന്നു. ഇതിന് പിന്നാലെ ഈ ഖത്തറിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്ക് US തുനിയുമോ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഈ ആക്രമണം നടന്നെങ്കിൽ പോലും ഇത് സങ്കീർണമാകാതെ, മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അത് പെട്ടെന്ന് അവസാനിച്ചു പോകണമെന്നുള്ള ഒരു ആവശ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഈ 3 സ്ഥലങ്ങളിൽ നടന്ന ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ തോതിലുള്ള ആഘാതം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അതിവേഗത്തിൽ ഞങ്ങൾ വീണ്ടും ഈ ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദങ്ങളാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ഇതിനെതിരെ ട്രംപിന്റെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും അവർക്ക് ഇറാന്റെ എല്ലാ ഫെസിലിറ്റികളും പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് US സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഇസ്ഫഹാനിലുള്ള ഇറാന്റെ ആണവ പ്ലാന്റിന് നേരെ കാര്യമായ ആക്രമണം നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ അൽ ജസീറ പുറത്തുവിടുന്നുണ്ട്. എന്ന് വെച്ചാൽ പരസ്പര ധാരണയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും തിരിച്ച് അതിന് പകരമായി മുൻകൂട്ടി US അറിയിച്ചുകൊണ്ട് ഖത്തറിലെ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തുകയും ഇപ്പോൾ നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പകരമായി അവർക്ക്
നാശം വിതച്ചുകൊണ്ടും അവിടെ മരണം വിതച്ചുകൊണ്ടും അവസാനഘട്ട ആക്രമണം നടത്തുകയും ചെയ്തതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അടിക്കുള്ള ഇതുവരെ തങ്ങളെ അടിച്ചതിനുള്ള എല്ലാ തിരിച്ചടിയും നൽകി എന്നൊരു ആശ്വാസം സ്വാഭാവികമായിട്ടും ഇറാൻ ഉണ്ടാകും. അവസാന ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്നത് അവർക്ക് വാദിക്കാനാകും. ആ നിലക്ക് വലിയ തോതിൽ ഇരു കൂട്ടർക്കും ഒരുപോലെ വിജയം ആശ്വസിക്കാവുന്ന ഒരു യുദ്ധം എന്നുള്ള നിലക്കാണ് ഇത് അവസാനിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ സാധ്യമായി എന്നാണ് ഇപ്പോൾ കരുതുന്നത് അഫ്താബ്? കാരണം ഇന്നലെ ഈ അൽ-ഉദൈദ് വ്യോമത്താവളം, US വ്യോമത്താവളം ഇറാൻ ആക്രമിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും അതിനൊരു പ്രത്യാക്രമണം ഇറാനിലേക്ക് നടത്തുമോ, ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വികസിക്കുമോ എന്ന ഭീതിയും ഭയവും ഒക്കെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വന്നതല്ലോ. അപ്പോൾ ഇത് ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടോ? ഖത്തറോ സൗദിയോ ഒക്കെ ഇടപെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാന ഘട്ടങ്ങളിൽ നടന്ന ആക്രമണം പൂർണ്ണമായും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണം പോലും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പദ്ധതി കേന്ദ്രങ്ങൾ ഒന്ന് ഫോർദോയിലാണ്. അവിടെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടായിരുന്നത്. 2 ഇസ്ഫഹാനിലാണ്, 3ാമത് നെതാൻസിലാണ്. ഈ 3 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന സമയത്തിന് മുന്നോടിയായി 19-ാം തീയതി ഇറാനെ ഇക്കാര്യം അവരുടെ നയതന്ത്ര ചാനൽ വഴി US അറിയിച്ചിരുന്നു. ഇതാ ഞങ്ങൾ ആക്രമണം നടത്താൻ പോവുകയാണ് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 20-21 തീയതികളിൽ കൂട്ടമായി ടാങ്കറുകൾ എത്തി. ഏതാണ്ട് 16 ടാങ്കറുകൾ ഈ ഫോർദോ ആണവ നിലയത്തിന് മുൻവശത്ത് ആ ഒരു ദിവസം സംഭരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നിന്നും സമ്പുഷ്ടീകരിച്ച യുറാനിയം ഉൾപ്പെടെ ഇറാന് മാറ്റുവാനുള്ള സമയം ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടന്നു. അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ ഇന്നലെ ഖത്തറിലെ വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നു. ഈ ആക്രമണത്തിന് മുന്നോടിയായി